എന്തിനാണ് പുരുഷ കമ്മീഷൻ? ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഏകദേശം 2 മാസം മുമ്പ് ശ്രീ നിവിൻ പോളി DGPക്ക് പരാതി കൊടുത്തു. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വരുന്നു, അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട്, അദ്ദേഹത്തിനെതിരെ ഫേക്ക് കംപ്ലൈന്റ് ആണ്. പോലീസുകാർ ശ്രീ നിവിൻ പോളിയെ ആദ്യം നിവിൻ പോളിക്കെതിരെ കംപ്ലൈന്റ് വന്നപ്പോൾ നിവിൻ പോളി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു, എന്നിട്ട് വലിയ കഥകളൊക്കെ ഉണ്ടാക്കി മൊബൈൽ ഫോണിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അവസാനം നിവിൻ പോളി കേരളത്തിലായിരുന്നു. ദുബായിൽ വെച്ച് നടത്തുമെന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി കേരളത്തിലായിരുന്നു. നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ചുമ്മാ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടെങ്കിലും നിവിൻ പോളിയുടെ പരാതിയിൽ ആ വ്യക്തിക്കെതിരെ FIR ഇട്ടോ എന്ന് ചോദിച്ചു. നിവിൻ പോളി പരാതി കൊടുത്തല്ലോ. നിവിൻ പോളി പരാതി കൊടുത്തു, DGPക്ക് തന്നെ പരാതി കൊടുത്തു. ആ പെൺകുട്ടിക്കെതിരെ എന്താ FIR ഇടാത്തത്? ആ പെൺകുട്ടിക്കെതിരെ എന്താ കംപ്ലൈന്റോ കാര്യങ്ങളോ വരാത്തത്? ഒരു മാധ്യമങ്ങളും ചോദിക്കാത്ത എന്താ? ഇപ്പോഴും രസം എന്താ അറിയാമോ? നിവിൻ പോളിക്ക് മാത്രമേ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇവരെ കൊടുത്ത ബാക്കി 7 പേര് കഷ്ടകാലത്തിന് അവരാശ്രമിച്ച് ദുബായിലായിരുന്നു. അതുകൊണ്ട് അവർ ഇപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയില്ല. ഈ അന്വേഷണം ഒരിക്കലും തീരില്ല, അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ അറിയണം, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞ വാക്കുകൾ നൗലീശ്വറല്ല, ജഡ്ജി കൗസർ എടപ്പകത്തിന്റെ എക്സാക്ട് വാക്കുകളാണ് പറയുന്നത്. എൽദോസിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ 49 കേസുകളിൽ പ്രതിയാണ്. എൽദോസ് കുന്നപ്പള്ളി എന്ന MLAക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഈ സ്ത്രീ 49 കേസുകളിൽ പ്രതിയാണ്. ഇവർ എൽദോസിനോട് 1 കോടി രൂപയാണ് ചോദിച്ചത്. അങ്ങനെ എൽദോസിന്റെ കാശ് എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. 49 കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തി. പക്ഷെ ഏതെങ്കിലും മീഡിയക്കാരോ ഏതെങ്കിലും സമൂഹത്തിലുണ്ടോ എൽദോസിന്റെ ഡിസിപ്ലിനറി ആക്ഷൻ നേടേണ്ടി വന്നു, കുറച്ചു കാലം അവരുടെ പാർട്ടി നടക്കോളം മാറി നിന്നു. ഇതിനൊരു അവസാനം വേണ്ടേ? നാളെ ആർക്കെതിരെ വന്നൂടെ? നിങ്ങൾക്കെതിരെ, എനിക്കെതിരെ വന്നൂടെ? നമ്മുടെ കരിയർ, നമ്മുടെ ജോലി, നമ്മുടെ കാര്യങ്ങൾ എല്ലാം പോലും. ഞാൻ ഇനി പേരെടുത്ത് പറഞ്ഞു, ഞാനത് കൊടുക്കണമെന്നല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിരിക്കാനാണ്. സമാനമായ ഒരു പരാതിയല്ലേ? അതായത് നട്ടുച്ചയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇതേപോലെ ക്യാമറകൾ ഇരിക്കുമ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒരു പ്രത്യേക ചാനലിന്റെ മേധാവിയായിരിക്കുന്ന വ്യക്തി വേറൊരാളോട് ഒരു തമാശ പറയുകയുണ്ടായി. പുള്ളിയാണ് അതിലെ 1-ാം പ്രതി. അതായത് നേരിട്ട് പേര് കൂടെ പറഞ്ഞ പേര് നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്. ഡോക്ടർ അരുൺ, അതായത് ഷാബാസിനോട് ഇന്നലെ നടന്ന ഒപ്പരയുടെ കാര്യമായി ഒരു തമാശ സാധനം പറഞ്ഞു തരും. പുള്ളി അതിലെ 1-ാം പ്രതിയായി പോക്സോ കേസ് വരികയാണ്. ഇതിനൊരു അവസാനമില്ല. അതായത് എത്ര എളുപ്പമാണ്. ആണുങ്ങളെ കൊടുക്കാൻ യാതൊരു മടിയില്ല. കൊടുത്തത് ആരാണ്? ആ പെൺകുട്ടിക്ക് പരാതിയില്ല, പെൺകുട്ടിയുടെ അച്ഛന് പരാതിയില്ല, പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പരാതിയില്ല, പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയില്ല, നാട്ടിൽ കിടക്കുന്ന വേറെ ഏതോ സ്ഥലത്തുള്ളവരാണ് പരാതി.